ഹായ്, ഇന്നത്തെ ക്ലാസ് MSOE 002യിലെ യൂണിറ്റ് 7 ആണ് നോക്കുന്നത്. ഇന്ത്യൻ ഇൻ ദ കരീബിയനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കരീബിയനെ കുറിച്ച് കരീബിയൻ പ്രദേശം എന്നതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കരീബിയൻ പ്രദേശം എന്ന് പറയുന്നത് തന്നെ ഇവിടെ മെക്സിക്കോ മുതൽ അല്ലെങ്കിൽ പനാമ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ദ്വീപാണ് എന്നും ഇവിടെ ഈ ഭൂഖണ്ഡങ്ങളിൽ ഓരോ പ്രദേശങ്ങളും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ട്. അതിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ പറയുമ്പോൾ കരീബിയനിൽ കൂടുതലായിട്ട് കോറൽ റീഫുകൾ ഉണ്ടെന്നും ധാരാളം ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് കരീബിയൻ പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കൃഷിക്കാണെങ്കിലും മത്സ്യബന്ധനത്തിനാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഇവിടെ കരീബിയൻ പ്രദേശത്ത് കൂടുതലായിട്ട് എന്താണ് അതിൻ്റെ ദോഷം അല്ലെങ്കിൽ കരീബിയൻ പ്രദേശം നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ചുഴലിക്കാറ്റുകൾ, അതുപോലെ സാധാരണയായിട്ടുള്ള അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകളൊക്കെ വരുന്നത് മൂലവും ഭൂകമ്പങ്ങളൊക്കെ ഇവിടെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ്. അതിനാൽ തന്നെ ആ പ്രദേശത്തിലെ അല്ലെങ്കിൽ പ്രദേശവാസികൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് അത് നേരിടാനുള്ള എല്ലാ ഇതും അവർ നേരിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ ജനവിഭവങ്ങളായി പറയുന്നത് ഇവിടെ വൈവിധ്യമാർന്ന പല ജാതികളും അല്ലെങ്കിൽ പല ഭാഷകളും സംസാരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വന്നവർ കുടിയേറാനും അല്ലെങ്കിൽ കുടിയേറ്റക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. യൂറോപ്പ്, ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ആൾക്കാരാണ് കരീബിയൻ പ്രദേശത്ത് കൂടുതലായിട്ട് അവിടെ ജനവാസത്തിനായി അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ പ്ലാന്റേഷൻ കൃഷികൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് എന്ന് പറയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ കാലാവസ്ഥയാണെങ്കിലും മണ്ണാണെങ്കിലും അതുപോലെ ഇവിടെ ഷുഗർ കെയിൻ, കോഫി, കൊക്കോ പോലുള്ള പ്ലാന്റേഷൻ കൃഷികൾക്ക് അനുയോജ്യമായിട്ടുള്ള കരീബിയൻ പ്രദേശമാണ് എന്നും പ്രകൃതി സമ്പത്തുകളാണെങ്കിലും അതുപോലെ സമ്പന്നമാണ് ഇവിടെ. അപ്പോൾ പ്രകൃതി നൽകുന്ന ഓരോ ഇതും ഇവിടെ കൂടുതൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷിക്കാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ കാരണമാണ് അവിടെ കൂടുതലായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷി ചെയ്യുന്നതിലൂടെയൊക്കെ കൂടുതലായിട്ട് അവർക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. കൊളോണിയൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ അതായത് സ്പെയിൻ ആദ്യം ഇവിടെ നിയന്ത്രിച്ചു എന്നും 1492 ക്രിസ്റ്റഫർ കൊളംബസ് ആണ് കരീബിയൻ പ്രദേശത്തെത്തി എത്തുകയും പിന്നെ അതിനെ തുടർന്ന് പ്രദേശം സ്പെയിൻ ആദ്യ കൊളോണിയായിട്ട് നിയന്ത്രിക്കുകയും അവിടെ കൂടുതലായിട്ട് സ്പെയിൻ കൂടുതലായിട്ട് അവിടെ കൂടുതൽ അവിടെ കുടിയേറി പാർക്കുകയും അവിടുത്തെ എല്ലാ കൃഷിക്കാണെങ്കിലും മത്സ്യബന്ധനത്തിന് മറ്റു സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. പിന്നീടാണ് യൂറോപ്യൻ ശക്തിയുടെ ആധിപത്യം ഉണ്ടായത്. പിന്നീടാണ് യൂറോപ്യൻകാർ വരുന്നത്. അവിടെ അതിൽ തുടർന്ന് തന്നെ വീണ്ടും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും എല്ലാവരും കരീബിയൻ പ്രദേശത്തെ വിവിധ ഭാഗങ്ങളായിട്ട് കൈവശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യക്കാരും കരീബിയനിലെത്തുകയും അവിടുത്തെ ഓരോ പ്രദേശങ്ങളിലായിട്ട് അവർ കൈവരിക്കുകയും അവിടെ കൂടുതലായിട്ട് അവരുടെ ജീവിത ഉപാധി മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയും അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്വദേശികളാണെങ്കിൽ ഇവിടെ യൂറോപ്യൻ അധിനിവേശം അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ വരവിനെ തുടർന്ന് സ്വദേശികളുടെ ഭൂമി നഷ്ടപ്പെടുകയുണ്ടായി എന്നും അവർക്ക് കൂടുതലായിട്ട് രോഗങ്ങളും വ്യാപിച്ചു തുടങ്ങുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇതിലൂടെ സ്വദേശി ജനസംഖ്യ വലിയ തോതിൽ കുറയുകയും അത് നശിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ യൂറോപ്യന്മാരുടെ വരവിനെ തുടർന്ന് അവിടെയുള്ള കരീബിയൻ പ്രദേശത്തുള്ള സ്ഥിര താമസക്കാർക്ക് അല്ലെങ്കിൽ കരീബിയൻ പ്രദേശത്തിലുള്ളവർക്ക് രോഗങ്ങളും മറ്റു പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്ന് പറയുന്നു. അടിമത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്ലാന്റേഷൻ സമ്പദ് വ്യവസ്ഥയും കരീബിയൻ സാമ്പത്തികം അല്ലെങ്കിൽ പ്ലാന്റേഷൻ കൃഷിയായിരുന്നു ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത്. പ്രധാന അതിന്റെ സവിശേഷതയായിട്ട് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകൾ, അതായത് കൃഷി ചെയ്യാനും മറ്റു മേഖലകൾക്കും എല്ലാം ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളെയാണ് ഉപയോഗിച്ച് അവർ ജോലി ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവർക്ക് കൊക്കോ
കൃഷിക്കാണെങ്കിൽ കോഫിക്കാണെങ്കിൽ ഷുഗർ കെയിനിലൊക്കെ എന്താണ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളെ ജോലിക്കായി അങ്ങോട്ട് പറഞ്ഞയച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അതായത് ഇത് അടിമത്തത്തെ ആശ്രയിച്ച സമ്പദ് വ്യവസ്ഥയായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു മേഖലയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ അടുത്ത പോയിന്റ് ആണ് ഷിഫ്റ്റ് ആഫ്റ്റർ അബിലിഷൻ ഓഫ് സാലറിയെ കുറിച്ചാണ് പറയുന്നത്. അടിമത്തം എങ്ങനെയാണ് അടിമത്തത്തെ അല്ലെങ്കിൽ അടിമത്തം എങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ വ്യാപകമായത് എന്ന് പറയുന്നു. 1830കളിൽ കരീബിയൻ പ്രദേശങ്ങളെ അടിമത്തം നിയമപരമായി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. പ്ലാന്റേഷൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തൊഴിലാളികളുടെ ആവശ്യം ഷുഗർ കെയിൻ പോലുള്ള പ്ലാന്റേഷൻ കൃഷികൾക്ക് ഇവിടെ തൊഴിലാളികളെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് തൊഴിലാളികളെ ഇങ്ങോട്ട് അല്ലെങ്കിൽ കരീബിയൻ പ്രദേശത്തേക്ക് കൊണ്ടുവരികയും അവിടെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അതുപോലെ യൂറോപ്യൻ പുതിയ തൊഴിലാളികളെ തേടി എന്നും അടിമത്തം അവസാനിച്ചതോടുകൂടി യൂറോപ്യൻ അധിനിവേശകർക്ക് മറ്റൊരു തൊഴിലാളി അല്ലെങ്കിൽ ഉറവിടം അന്വേഷിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു. ഇതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഫലമായിട്ട് കൂടുതൽ സംവിധാനങ്ങളൊക്കെ അതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ത്യ, ചൈന മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഒരു തൊഴിലാളികളെ കൊണ്ടുവരികയും നിശ്ചിത കാലത്തേക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടുകൊണ്ട് അവരെ ജോലിക്കായി എടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. 3 ഇമ്പോർട്ടൻറ്റ് ഫേസസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 3 തരത്തിലുള്ള എന്തൊക്കെയാണ് 3 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഫേസസ് എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫേസസിനെ കുറിച്ച് ആദ്യത്തെ പോയിന്റ് ആണ് പോസ്റ്റ് ഡിസ്കവറി ഫേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് യൂറോപ്യൻ ശക്തികൾ കരീബിയൻ പ്രദേശത്തെ കണ്ടെത്തുകയും അതുപോലെ യൂറോപ്യൻ ആധിപത്യം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിന്റെ സവിശേഷതയായിട്ട് പറയുന്നത് കോളനിവൽക്കരണമാണെങ്കിലും പ്ലാന്റേഷൻ ആണെങ്കിലും സമ്പദ് വ്യവസ്ഥയാണെങ്കിലും ഇവിടെ കൂടുതലായിട്ട് വികസനം കൊണ്ടുവരികയും ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ അടിമത്തത്തെ ആശ്രയിച്ച് തൊഴിൽ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ് ആണ് പോസ്റ്റ് എമിഗ്രേഷൻ ഫേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അടിമത്തം അവസാനിക്കുകയും പ്ലാന്റേഷൻ കൃഷികൾക്ക് തൊഴിലാളികളുടെ കുറവുണ്ടാവുകയും ചെയ്യുന്നു. പ്രധാന സവിശേഷതകൾ ഇന്ത്യക്കാരെ തൊഴിലിനായി കൊണ്ടുവരികയും കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ സംവിധാനം പുതിയ സാമൂഹ്യ ഘടനയുടെ രൂപീകരണം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ തേർഡ് പോയിന്റ് ആണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഫേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കരീബിയൻ രാജ്യങ്ങൾ സ്വതന്ത്രം നേടിയ ശേഷം ജനാധിപത്യ രാഷ്ട്രമായി മാറുകയും പ്രധാന സവിശേഷതകളായിട്ട് പറയുമ്പോൾ ഇന്ത്യൻ വംശജർക്ക് കൂടുതൽ സാമൂഹികവും രാഷ്ട്രീയവുമായ മുന്നേറ്റം ഇന്ത്യൻ ഡയസ്പോറകൾക്ക് പ്രധാന പങ്ക് വഹിക്കുകയും മന്ത്രിമാരാണെങ്കിൽ പ്രധാനമന്ത്രിമാരും എല്ലാവരും തുടങ്ങിയ നിലകളിൽ അവർ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് വരികയും ചെയ്തു എന്ന് പറയുന്നു. അരിവൽ ഓഫ് ഇന്ത്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യക്കാരുടെ വരവ് എങ്ങനെയായിരിക്കും? ഇന്ത്യക്കാരുടെ വരവ് അവരുടെ ആരംഭം കരീബിയനിലേക്കുള്ള ആരംഭം 1830കളുടെ അവസാനത്തോടു കൂടിയാണ് കരീബിയൻ പ്രദേശങ്ങളിലേക്ക് ഇന്ത്യക്കാരുടെ കുടിയേറ്റം ആരംഭിച്ചത് എന്ന് പറയുന്നു. നിയമത്തിന്റെ കീഴിലായിട്ട് 1837 കൊളോണിയൽ എമിഗ്രേഷൻ ആക്ട് പ്രകാരമാണ് പറയുന്നു. അതുപോലെ ഇന്ത്യക്കാരെ ഔദ്യോഗികമായി വിദേശത്തേക്ക് തൊഴിലിനായി അയക്കുകയും ചെയ്തു. ഇന്ത്യക്കാരെ അയച്ച സ്ഥലങ്ങളിൽ പ്രധാന കരീബിയൻ രാജ്യങ്ങളായിട്ട് പറയുന്നത് ട്രിനിഡാഡ്, സുരിനാം, അതുപോലെ തന്നെ ജമൈക്ക, ഗോഡാലോപ്പ്, മാർട്ടിനിക് പോലുള്ള രാജ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇവിടങ്ങളിലെ പ്ലാന്റേഷൻ കൃഷികൾക്കായി ഇന്ത്യൻ തൊഴിലാളികളെ നിയോഗിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു. 1830കളുടെ അവസാനം ഇന്ത്യക്കാരുടെ കുടിയേറ്റം ആരംഭിക്കുകയും ചെയ്തു. കൊളോണിയൽ എമിഗ്രേഷൻ ആക്ട് 1837 പ്രകാരം നടന്നു എന്ന് പറയുന്നു. അതുപോലെ ബ്രിട്ടീഷാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇത് നിയന്ത്രിക്കുകയും ചെയ്തു. ട്രിനിഡാഡ്, സുരിനാം, ജമൈക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു.
കണ്ടീഷൻ ഇന്ത്യയെ കുറിച്ച് പുഷ് ഫാക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യക്കാരുടെ തള്ളുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നും പെർമനന്റ് സെറ്റിൽമെന്റ് മൂലം കർഷകരുടെ ഭൂമി നഷ്ടമാവുകയും കടബാധ്യതയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അതുപോലെ കൈത്തൊഴിലാളികളുടെ ഇടിവ് സംഭവിക്കുകയും ബ്രിട്ടീഷുകാരാണെങ്കിൽ വ്യവസായ വസ്തുക്കളുടെ കാരണങ്ങൾ കൊണ്ട് നെയ്ത്ത് പോലുള്ള കൈത്തൊഴിലുകൾക്ക് തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊഴിലില്ലായ്മ ഇതിലൂടെ എന്താണ് തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു. കനത്ത നികുതിയും ചൂഷണത്തിനും ഇരയാവുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഉയർന്ന നികുതി ഏർപ്പെടുത്തുകയും അതുപോലെ ജനങ്ങളുടെ സാമ്പത്തികമായും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ക്ഷാമം, അവർക്ക് രോഗങ്ങളും യുദ്ധങ്ങളും എല്ലാം അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെ അവർ നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ക്ഷാമത്തിന് പേരിലും രോഗങ്ങളൊക്കെ അവർക്ക് വരികയും യുദ്ധങ്ങളാണ് ജനങ്ങളുടെ ജീവിതം അതീവ കഷ്ടകരമായിട്ടുള്ള ഒരു ജീവിതമായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. 1857 കലാപത്തിന് ശേഷമുള്ള അടിച്ചമർത്തൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1857 വിപ്ലവം കഴിഞ്ഞത് ബ്രിട്ടീഷുകാരാണെങ്കിൽ ശക്തമായി അടിച്ചമർത്തൽ നടപ്പിലാക്കി എന്നും ജനങ്ങളുടെ അവസ്ഥ കൂടുതൽ മോശമായി വരികയും ചെയ്തു എന്ന് പറയുന്നു. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ തൊഴിലാളികളെ എങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, തൊഴിലാളികളുടെ ഉറവിട പ്രദേശങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളെ അവരെ എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പ്രധാനമായും ബീഹാർ, അതായത് ഇൻഡോ ഗാഗ്നറ്റിക് സമതലം പോലുള്ള എന്നിവിടങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളെയാണ് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുകയും അവിടേക്ക് ലക്ഷ്യമിടുകയും ചെയ്യുന്നു. അതായത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയാണ് തൊഴിലിനായി കൊണ്ടുവരികയും ചെയ്യുന്നത്. താഴ്ന്ന ജാതിക്കാരെയും സാമ്പത്തികമായി കുറവുള്ള ആൾക്കാരെയുമാണ് തൊഴിലിനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ കരീബിയൻ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാൻ താഴ്ന്ന ആൾക്കാരെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയൊക്കെയാണ് കൂടുതലായിട്ട് കരാർ അടിസ്ഥാനത്തിൽ ജോലിക്കായി കൊണ്ടുവരുന്നത്. അതുപോലെ ഗോത്ര വിഭവങ്ങളാണെങ്കിലും ആദിവാസി വിഭാഗക്കാരെയും തൊഴിലാളികളെയും ചേർത്തുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുകയും അല്ലെങ്കിൽ കൂടുതലായി തൊഴിലിനായി കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ സ്ത്രീകളുടെ പങ്കാളിത്തം, സ്ത്രീകളെയും ഉൾപ്പെടുത്തുകയെന്നാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടിയും അവരെ സ്ത്രീകളെയും കൂടി ഇവിടെ പരിഗണിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ ഇവർക്ക് കൂടുതലായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ പൊതുജന ശ്രദ്ധ ഒഴിവാക്കാൻ വേണ്ടി ദൂരെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഇമിഗ്രേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് കുടിയേറ്റത്തിന്റെ പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് അവരുടെ കാലാവധി എങ്ങനെയായിരിക്കും, ഡ്യൂറേഷൻ 1845 മുതൽ 1917 വരെ 78 വർഷം. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യക്കാരുടെ കരീബിയൻ കുടിയേറ്റം പ്രധാനമായും നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ വിഭവങ്ങളായിട്ട് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നു എന്നും ദാരിദ്ര്യ കർഷകരായിരുന്നു എന്നുമാണ് പറയുന്നത്. ഇവിടെ മതഘടനയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുടിയേറ്റക്കാരിൽ ഏകദേശം 15% മുസ്ലിമുകൾ ഉണ്ടായിരുന്നു എന്നും ബാക്കിയുള്ളവർ പ്രധാനമായി ഹിന്ദുക്കളായിരുന്നു എന്നും ലിംഗ അസമത്വങ്ങളെ കുറിച്ചും പുരുഷന്മാർ കൂടുതലാണെന്നും സ്ത്രീകൾ കുറവാണ് എന്നും ഇത് സമൂഹഘടനയിൽ കൂടുതലായിട്ട് ബാധിക്കാൻ കാരണമാകുന്നു എന്ന് പറയുന്നു. മുതിർന്നവരുടെ അഭാവം മൂലം കുടിയേറ്റക്കാരിൽ മുതിർന്നവർ വളരെ കുറവായിരുന്നു. അതിനാൽ പരമ്പരാഗത നിയന്ത്രണം കുറഞ്ഞു എന്നും സാമൂഹ്യ നിയന്ത്രണവും ശീലങ്ങളും ദുർബലമായി എന്നും പറയുന്നു. 1845-1917 കാലഘട്ടത്തിൽ കുടിയേറ്റം നടന്നുവെന്നും യുവാക്കളും ദരിദ്ര കർഷകരും കൂടുതലായിരുന്നു എന്നും മുസ്ലിമുകൾ ഏകദേശം 15% ലിംഗ അനുപാതത്തിൽ അസമത്വം കൂടുതലായി പറയുകയും മുതിർന്നവരുടെ അഭാവം മൂലം കൂടുതൽ അവർക്ക് അവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കൃഷിയിലാണെങ്കിലും പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതി തന്നെ ഇല്ലാതായി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇടയായി വരികയും ചെയ്യുന്നു.
സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിങ് മൈഗ്രേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ കുടിയേറ്റത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങൾ ജാതി മതഭേദങ്ങൾ ദുർബലമായിരുന്നു എന്നും ഇന്ത്യയിൽ ശക്തമായിരുന്ന ജാതി അതുപോലെ മതം വ്യത്യസ്തങ്ങളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമാവുകയും ചെയ്തു. കുടിയേറ്റ സമയത്ത് ഇവിടെ ഓരോ കാര്യങ്ങളും പുതിയ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വരികയും എല്ലാവരും ഒരുപോലെ കഷ്ടത അനുഭവിച്ചു എന്ന് പറയുന്നു. അതുപോലെ കൂട്ടായ്മ വളർന്നു എന്ന് പറയുന്നു. യാത്രയിലൂടെയും ജോലി സാഹചര്യങ്ങളിലൂടെയും കഠിനമായിട്ടുള്ള ജോലി ചെയ്യുന്നതിലൂടെയും അവരുടെ യാത്രാ അനുഭവങ്ങളിലൊക്കെ നേരിടേണ്ട അല്ലെങ്കിൽ പങ്കിടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഒന്നിച്ച് അനുഭവിച്ച കഷ്ടതകളൊക്കെ അതായത് കൂട്ടമായിട്ട് അവർ ഒരു സംഘമായിട്ടാണ് കുടിയേറി പാർക്കാൻ പോകുകയാണെങ്കിൽ അവർ പലതരത്തിൽ പല അനുഭവങ്ങളും അല്ലെങ്കിൽ പല കഷ്ടതകളും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ അവർ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ കൂട്ടത്തോടെ അനുഭവിക്കുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നു. ആളുകളാണെങ്കിൽ തമ്മിൽ ഐക്യം വളർത്തിയെടുക്കാൻ വേണ്ടി അവർ കൂടുതലായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജഹാജിബായ് ബന്ധം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കപ്പലിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. തമ്മിൽ സഹോദര ബന്ധം പോലെ അവർ കൂടുതലായിട്ട് ഇടപഴകുന്ന രീതി ഉണ്ടായി എന്ന് പറയുന്നു. ഇതിനെയാണ് അതായത് ഒന്നിച്ചിട്ടുള്ള കൂട്ടായ്മ അതിനെയാണ് ജഹാജിബായ് എന്ന് വിളിച്ചിരുന്നത് എന്ന് പറയുന്നു. ഇവിടെ സ്ത്രീകളുടെ സ്ഥാനം മെച്ചപ്പെട്ടു എന്നും ഇങ്ങനെ ഇവിടെ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കുകയും അവരുടെ ശമ്പളത്തിലാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യത്തിലാണെങ്കിൽ കൂടുതലായിട്ട് ഒരു ഇളവ് കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിലൂടെ അവരുടെ സാമൂഹ്യ സ്ഥാനം ഉയരുകയും ജാതിമത വ്യത്യാസങ്ങൾ കുറയുകയും കൂട്ടായ്മ ഐക്യവും വളരുകയും ചെയ്തു. ജഹാജിബായ് ബന്ധം രൂപപ്പെടുന്നതിലൂടെ സ്ത്രീകൾക്ക് ശമ്പളവും സ്വാതന്ത്ര്യവും ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.